ഞാൻ നിസാമാണ്. ചോദിക്കുന്നത് ഏകദേശം 7200 അധികം ഹദീസുകളുള്ള ബുഖാരിയിൽ ഞാൻ കേട്ടത്, ചിലപ്പോൾ എൻ്റെ അറിവ് തെറ്റായിരിക്കും, അതിൽ ചിലത് എന്താ പറയുക സഹീഹ് അല്ലാത്തതുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കറക്റ്റാണോ? പിന്നെ രണ്ടാമത് ഇതിനോട് ചോദിക്കുന്നത്, നമ്മളെപ്പോലുള്ള ഒരു സാധാരണക്കാർ ഇതെങ്ങനെയാണ് അറിയുന്നത്? കാരണം നമുക്ക് നിങ്ങളെപ്പോലെ അത്ര പഠിക്കാൻ പറ്റുന്നില്ല. നമുക്ക് ചിലപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് ഒന്നെങ്കിൽ ഗൂഗിളിലോ അല്ലെങ്കിൽ ChatGPTയിലോ പോയി ചെക്ക് ചെയ്യും. അതല്ലാതെ നമുക്കിതെങ്ങനെയാണ് പഠിക്കാൻ പറ്റുന്നത്? രണ്ട് വശങ്ങളാണ് ചോദിച്ചത് വന്നത്. ഒന്നാമത്തെ ഞാൻ പറയാം, രണ്ടാമത്തെ ഇൻഷാ അല്ലാഹ് നേരത്തെ ഷിംസലി പറഞ്ഞു, കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി തന്നാൽ ക്ലിയറാവും. സ്വഹീഹ് ബുഖാരി, സ്വഹീഹ് മുസ്ലിം, ഈ രണ്ട് ഗ്രന്ഥങ്ങൾ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു. മുസ്ലിം ഉമ്മത്ത് ഏകോപിച്ച് അംഗീകരിച്ച കാര്യമാണ് അതിൽ ദഈഫില്ല എന്നത്, സനദോടുകൂടി ഉദ്ധരിച്ചത്. അത് നബിതങ്ങൾ പറഞ്ഞുവെന്ന് പരമ്പര അടക്കം ഉദ്ധരിച്ച് വന്ന ഒരു ഹദീസും ബുഖാരിയിലോ മുസ്ലിമിലോ ദുർബലമായത് ഇല്ല. 100% അതിൽ സ്വഹീഹാണ്. ചില വിമർശനങ്ങൾ ഉന്നയിക്കപ്പെട്ടവയുണ്ട്, അതിനർത്ഥം ദഈഫാണ് എന്നല്ല. ആ വിമർശനങ്ങൾ പോലും ഇത് സ്വഹീഹാണോ സ്വഹീഹല്ലേ എന്ന വിമർശനവുമല്ല, അല്ലാത്ത മറ്റു ചില തലങ്ങളിലുള്ള ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കും. ഉദാഹരണം ഇപ്പോൾ ഇമാം ബുഖാരി തൻ്റെ കിതാബിൽ കൊണ്ടുവരാൻ ചില സ്പെഷ്യൽ നിബന്ധന വെച്ചിട്ടുണ്ട്. സ്വഹീഹായതെല്ലാം ഈ കിതാബിൽ കൊടുക്കും. ഇമാം ബുഖാരിക്ക് ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്, അതിൽ ഈ കിതാബിൽ കൊടുക്കണമെങ്കിൽ സ്വഹീഹായാൽ പോരാ, അതിനും പുറമെ ചില അഡീഷണൽ യോഗ്യത കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കിതാബിൽ കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റൊരു കിതാബിൽ കൊടുക്കും. വിമർശനം എന്താണ്? ആ യോഗ്യത ഒക്കാതെയും അദ്ദേഹം ഇതിൽ കൊടുത്തു എന്നാണ് പ്രധാനപ്പെട്ട വിമർശനം. ഈ അധിക യോഗ്യത ഇല്ലാതെയും ഈ കിതാബിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതും ശരിയല്ല. അതിലൊക്കെ അധിക യോഗ്യത ഉണ്ട് എന്ന് പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുമുണ്ട്. ഏതൊക്കെ ഹദീസിനെ കുറിച്ച് അങ്ങനെ വിമർശനം വന്നുവോ ആ വിമർശനങ്ങൾക്കെല്ലാം മറുപടിയും ശേഷമുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപ്രകാരം ബുഖാരി മുസ്ലിമിൽ വന്ന പരമ്പരയടക്കമുള്ള നബിയിലേക്ക് ചേർത്തി പറഞ്ഞ ഒരു ഹദീസും ദുർബലമായതായി ഉണ്ടായിട്ടില്ല. അതിൽ ഇമാം ബുഖാരിക്കും നബിക്കും ഇടയിൽ 3 റിപ്പോർട്ടർമാർ മാത്രമുള്ള ഹദീസ് മുതൽ 9 റിപ്പോർട്ടർമാർ വരെയുള്ള ഹദീസുകളാണ് മൊത്തത്തിലുണ്ടാവുക. ഇമാം ബുഖാരി കേട്ട ഒരാൾ, അദ്ദേഹത്തിന് പറഞ്ഞ ഒരാൾ, അദ്ദേഹത്തോട് പറഞ്ഞ ഒരാൾ, പിന്നെ നബി. ഇതാണ് ഏറ്റവും മിനിമം ഉള്ളത്. ഇമാം ബുഖാരി സുലാസിയാത്ത് എന്ന് പറയും. ഇമാം ബുഖാരിക്കും നബിക്കും ഇടയിൽ ആകെ ഉണ്ടാകുക 3 പേര് മാത്രം. 22 ഹദീസുകൾ അങ്ങനെയാണ്. സ്വഹീഹ് ബുഖാരിയിൽ 22 ഹദീസുകൾ അങ്ങനെയാണ് വന്നത്. അത് ആകെ ഉണ്ടാവാൻ 3, ഒരു സ്വഹാബി ഉണ്ടാവും, ഒരു താബി ഉണ്ടാവും, ഒരു താബി ഉണ്ടാവും. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരുമില്ല. അങ്ങനെയുള്ള 22 ഹദീസുകൾ ഇമാം ബുഖാരി സ്വഹീഹ് ബുഖാരിയിൽ ഉദ്ധരിച്ചു. 3 സ്വഹാബി, ഒരു സലമത്ത് ബിൻ അക്വഅ്, അനസ് ബിൻ മാലിക്, അബ്ദുല്ലാഹി ബിൻ ബുസ്ർ, ഈ 3 പേരിൽ നിന്നാണ് ഇമാം ബുഖാരി അങ്ങനെ ഉദ്ധരിച്ചത്. പിന്നെ വരിക 4 റിപ്പോർട്ടർമാരുള്ളത്, പിന്നെ 5 റിപ്പോർട്ടർമാരുള്ളത്, 6 റിപ്പോർട്ടർമാരുള്ളത്, 7 പേരുള്ളത്, 8 പേരുള്ളത്, ലാസ്റ്റ് 9 പേര് ഒറ്റ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലുള്ളൂ. ഇമാം ബുഖാരിക്കും നബിക്കും ഇടയിൽ 9 പേർ കൈമാറി വന്ന ഒരു ഹദീസ് മാത്രമേ ബുഖാരിയിലുള്ളൂ. മഹാഭൂരിപക്ഷമുള്ളത് 5 പേർ ഉദ്ധരിച്ചതാണ്. സ്വഹീഹ് ബുഖാരി ഹദീസുകളിൽ മഹാഭൂരിപക്ഷവും 5 റിപ്പോർട്ടർമാർ നബിയുടെയും. ഇമാം ബുഖാരി ജനിക്കുന്നത് 194 മരിച്ചത് 256. 194 ജനിച്ച് 256 ഇമാം ബുഖാരി വഫാത്തായി. ഇമാം മുസ്ലിം 205 ജനിച്ച് 261 വഫാത്തായി. അപ്പം നബിയുടെ ശേഷം ഏതാണ്ട് 200 കൊല്ലം ഇപ്പുറത്ത് ഇമാം ബുഖാരി ജീവിക്കുന്നത്. ഇതിനിടയിൽ ഈ ഹദീസ് കൈമാറിയത് നബിയിൽ നിന്ന് കേട്ട് കൈമാറി പോന്നപ്പോൾ മഹാഭൂരിപക്ഷം ഹദീസുകളും 5 പേർ കൈമാറിയിട്ട് 6ാമത്തെ ഇമാം ബുഖാരി ആയിട്ടാണ് വന്നത്. അതാണ് ഭൂരിപക്ഷം. 2ാം സ്ഥാനം 6 പേരുള്ളതാണ്. 3ാം സ്ഥാനം 4 പേരുള്ളതാണ്. ബാക്കിയെല്ലാം പിന്നെ അപ്പുറപ്പുറക്കുള്ളതാണ്. 9 പേരുള്ള ഒരു ഹദീസ് മാത്രമേ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. 3 പേര് മാത്രമുള്ള 22 ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. ഇതാണ് ഇമാം ബുഖാരി കിതാബിൻ്റെ ഒരു ആകത്തുക. ഇത് മുഴുവനും സ്വഹീഹാണ്. ഇതിൽ ദുർബലമായതോ നിർമ്മിതമായതോ ആയ ഒരു ഹദീസ് പോലും അതിലില്ല. എന്നാൽ ഇമാം ബുഖാരി തന്നെ അതിൽ ചില അനുബന്ധ റിപ്പോർട്ട് നൽകിയിട്ടുണ്ടാവും. ഒരു വിഷയം പറയുമ്പോൾ ചിലപ്പോൾ അതിന് ഒരു സ്വഹാബി കൊടുത്തൊരു വ്യാഖ്യാനം ഇമാം ബുഖാരി കൊടുക്കും, അല്ലെങ്കിൽ റിപ്പോർട്ടർ പറഞ്ഞ ഒരു എന്തെങ്കിലും വിശദീകരണം ഒരു വ്യക്തിക്ക് വേണ്ടി ഇമാം ബുഖാരി കൊടുക്കും. അതിൽ ഇമാം ബുഖാരി ഈ നിബന്ധനകൾ പാലിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിട്ടില്ല. ചില സ്ഥലത്തൊരു പക്ഷത്ത് പാലിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ചില സംഭവങ്ങൾ ഇപ്പോൾ സാധാരണ റബീഉൽ മാസം വന്നാൽ മറ്റേ മുസ്ലിയാക്കന്മാരൊക്കെ പറയും അബൂലഹബിന് പിന്നെ നരകത്തെ വിളവ് കിട്ടുന്നുണ്ടെന്ന് ബുഖാരിയിലുണ്ടല്ലോ എന്ന് പറയും. അതിങ്ങനെ വന്നതാണ്, ഹദീസായി കൊടുത്തതല്ല. ഒരു ഹദീസ് വരുമ്പോൾ ആ ഹദീസിൽ സുവൈബ എന്ന സ്ത്രീയെ പറ്റിയുള്ള പരാമർശം വന്നു. അപ്പോൾ ആരാണ് സുവൈബ എന്ന് ഈ റിപ്പോർട്ടിലുള്ള ഒരാൾ വിശദീകരിച്ച ഒരു വിശദീകരണം ഇമാം ബുഖാരി അനുബന്ധമായി കൊടുത്തു. അത് ഹദീസല്ല. ആ അനുബന്ധമായി കൊടുത്തതിന് ഈ നിബന്ധനകൾ ഉണ്ടാവില്ല. അത് സ്വഹീഹാകണമെന്നില്ല, ദഈഫാകാം, സ്വഹീഹാവാം, രണ്ടും വരാം. ഹദീസായി വന്ന മുഴുവനും സ്വഹീഹുകൾ മാത്രമേ ഉള്ളൂ, ബുഖാരിയിലും മുസ്ലിമിലും. പിന്നെ തിർമിദി, അബൂദാവൂദ്, നസായി, ഇബ്നു മാജ, ഈ 4 സ്വഹീഹുകളുമുണ്ട്, ദഈഫുകളുമുണ്ട്. സ്വഹീഹാണ് ഭൂരിപക്ഷം സ്വഹീഹാണ്. എന്നാൽ കുറച്ച് ദഈഫുകൾ അതിൽ വന്നിട്ടുണ്ട്. അത് അവിടെ ശേഷമുള്ളവരൊക്കെ അത് ആ നിലയ്ക്ക് വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ 6 കിതാബുകൾ കുതുബ് സിത്ത, സിഹാഹു സിത്ത എന്നൊക്കെ പറയാൻ കാരണം താരതമ്യേന സ്വഹീഹുകൾ കൂടുതലുള്ള കിതാബായതുകൊണ്ടാണ് ആ പേര് വന്നത്. എന്നാൽ താരതമ്യേന ദഈഫ് കൂടുതൽ കിതാബുകൾ വരണ്ടാകും, മൗദൂഉകൾ നിർമ്മിതമായവ മാത്രം വന്ന ഗ്രന്ഥങ്ങൾ വരണ്ടാകും.
ആ നിലക്കുള്ള ഒരു ഏറ്റ വ്യത്യാസം അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യും. ബുഖാരി മുസ്ലിമിൽ വന്ന സ്ഥിരപ്പെട്ട സ്വഹിയായി വന്ന അല്ലെങ്കിൽ സനദോട് കൂടി വന്ന മുഴുവൻ ഹദീസുകളും സ്വഹിയാണ്, അത് ദഈഫായ ഒന്നുമില്ല. പിന്നെ സാധാരണക്കാർക്ക് പഠിക്കാൻ എന്താ ചെയ്യാനാണ്? ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും സാധാരണക്കാരനാണ്. അല്ലെങ്കിൽ നിങ്ങൾ സാധാരണക്കാരും ഞങ്ങൾ സാധാരണക്കാരൊന്നുമല്ല. ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും സാധാരണക്കാർ തന്നെയാണ്. ഈ വിജ്ഞാന മേഖല പഠിച്ചവരേക്ക് മടങ്ങലാണ് നമുക്കുള്ള പരിഹാരം. ഞങ്ങളാരും ഇങ്ങനെ ബുഖാരി എടുത്ത് വെച്ചിട്ട് ഒരു ഹദീസിനെ സെർച്ച് ചെയ്ത് അതിൻ്റെ എല്ലാ ടെക്സ്റ്റും നോക്കിയിട്ട് ശരിയാണോ അല്ല തീരുമാനിക്കാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല. അത് കേരളത്തിൽ ആർക്കുന്നില്ല. എന്നുവെച്ചാൽ അത് ചെയ്തു വെച്ച പണ്ഡിതന്മാരുണ്ട്. അവർ രേഖപ്പെടുത്തി വെച്ചത് നമ്മൾ ഒരു ബേസായി എടുത്തുകൊണ്ട് അതിൽ നിന്ന് പഠിക്കുക. നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇടയിലുള്ള മധ്യവർത്തികളാണ്. ഞങ്ങളാരും പണ്ഡിതന്മാരല്ല, നമുക്ക് മതവിദ്യാർത്ഥികളാണ്. പണ്ഡിതന്മാർക്കും അല്ലാത്തവർക്കും ഇടയിൽ നിൽക്കുന്ന ഇടക്കണ്ണികളാണ് ഞങ്ങളൊക്കെ. അവർക്ക് എഴുതി വെച്ചത് അറബിയിൽ വായിച്ചു നോക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത് അറബി അറിയാത്ത ആൾക്ക് മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. ഇതാണ് ഞങ്ങളൊക്കെ പണി. അത് ഞങ്ങളാരും ആലിമീങ്ങളല്ല. നേരെ മറിച്ച് ആലിമീങ്ങൾ ലോകത്ത് കഴിഞ്ഞ് പോയിട്ട് ലക്ഷക്കണക്കിന് ഹദീസ് ഇഫ്ലാക്കിയ മനുഷ്യന്മാർ, ലക്ഷക്കണക്കിന് ഹദീസ് ഈ കിതാബൊക്കെ പറയും, ബുഖാരി മുസ്ലിമൊക്കെ. ഇതിനൊക്കെ മുമ്പ് ഒരു ഹദീസ് എങ്ങനെ പഠിച്ചത്? അന്ന് ഇഫ്ലാണ്, അന്ന് കിതാബില്ല, അന്ന് എല്ലാം ഇഫ്ലാണ്. ഈ കണ്ട ഹദീസ് മുഴുവൻ അന്ന് കാണാപാഠം പഠിക്കുക. ഇമാം ബുഖാരിക്ക് 3 ലക്ഷം ഹദീസ് ഇഫ്ലുണ്ടെന്ന് ഇമാം ബുഖാരിനെ പറഞ്ഞത്. ഒരു ഹദീസ് ഇഫ്ലാക്കുക എന്ന് പറഞ്ഞാൽ അത് നബിയിൽ നിന്ന് ഇദ്ദേഹം വരെ എത്തുന്ന പരമ്പര അടക്കം ഇഫ്ലാക്കണം. പിന്നെ അഴ്മാലു ബിൻ നിയ്യാത്ത് ഒരു ഹദീസ് അത് ഇഫ്ലുണ്ട് പറയണമെങ്കിൽ നബിയിൽ നിന്ന് ആര് കേട്ടു, അദ്ദേഹം ആരോട് പറഞ്ഞു, അദ്ദേഹം ആരോട് പറഞ്ഞു, അദ്ദേഹം ആരോട് പറഞ്ഞു, അദ്ദേഹം എന്നോട് പറഞ്ഞു, നബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ആ ടെക്സ്റ്റും. അതാണ് ഒരു ഹദീസ് ഇഫ്ലു പറഞ്ഞത്. അതേ ഹദീസിൻ്റെ ഈ പരമ്പരയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒരാളെ പേര് മാറി വേറെ ആളെ പേരായിട്ടുള്ളത്, അത് മറ്റൊരു ഹദീസാണ്, അത് ഇഫ്ലാക്കണം. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇഫ്ലാക്കണം. അതാണ് ഇതിൻ്റെ മാനദണ്ഡം. അതുപോലെ ഇഫ്ലാക്കി പോകുന്നതാണ്. ഇമാം ബുഖാരിയെ പരീക്ഷിച്ച സംഭവമുണ്ട്. ഇമാം ബുഖാരി ബഗ്ദാദിലെത്തി. അന്ന് ഇമാം ബുഖാരി അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല. പക്ഷേ ഇമാം ബുഖാരി ചെറിയ പ്രായത്തിലെ വലിയ പ്രശസ്തനായ ആളാണ്. 16ാമത്തെ വയസ്സിൽ ഇമാം ബുഖാരി ആദ്യത്തെ കിതാബ് എഴുതിയത്. 1ാമത്തെ കിതാബ് ഇമാം ബുഖാരി എഴുതുമ്പോൾ ഇമാം ബുഖാരിക്ക് 16 വയസ്സ് പ്രായമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹദീസ് ഉദ്ധരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് മീശ മുളച്ചിട്ടില്ല എന്നാണ് ഇമാം ബുഖാരി തന്നെ പറഞ്ഞത്. ഹദീസ് ഉദ്ധരിക്കാൻ ആരംഭിച്ച കാലത്ത് എനിക്ക് മീശ മുളച്ചിരുന്നില്ല. അത്ര ചെറുപ്പത്തിൽ ഈ രംഗത്ത് വലിയ വൈദഗ്ധ്യം സ്ഥാപിച്ച ആളാണ് ഇമാം ബുഖാരി. അദ്ദേഹം ബഗ്ദാദിൽ വന്നപ്പോൾ ഹദീസ് പണ്ഡിതന്മാർ തീരുമാനിച്ചു, ഇങ്ങനെ പിന്നെ ഇമാം ബുഖാരി വന്നിട്ടുണ്ടല്ലോ, ഇവിടെ വലിയ പേര് കേട്ടാലാണ് ചെറുപ്പക്കാരനെന്ന്, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്താലോ എന്നാണ്. അങ്ങനെ അവർ 100 ഹദീസ് അവർ സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ 100 ഹദീസുകളെ ഇതിൻ്റെ സനദുകൾ അഥവാ ഈ പരമ്പരകളിൽ വന്ന ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തു. ഒരു ഹദീസ് എടുക്കും, നബീനെ കേട്ട സ്വഹാബി, സ്വഹാബിന് കേട്ട താബിഴി, താബിന് കേട്ട താബിഴി, ഇങ്ങനെ ഈ പേരെല്ലാം കൂടി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് ഈ 100 ഹദീസ് ഇമാം ബുഖാരിൻ്റെ മുമ്പിൽ വന്നിട്ട് ഓരോരുത്തർ 10 ഇതിൻ്റെ പേരിലെത്തു. 10 ആൾ വന്നിരിക്കുന്നു. ഞങ്ങൾക്ക് സംശയം ചോദിക്കാണ്ട് ആയിക്കോട്ടെ ചോദിക്കാതെ. അപ്പോൾ ഒരാൾ 10 ഹദീസ് പറയും. ഈ ആളുകളെ പേരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തവർ പറയണത്. 1ാമത്തെ ആൾ 10 പറയും, ഇമാം ബുഖാരി കേട്ടുന്നു. 2ാമത്തെ ആൾ 10 കേട്ടുന്നു. ഇവിടെ ഓരോരുത്തർ 10 പറയണം, ഇമാം ബുഖാരി മിണ്ടുന്നില്ല. അപ്പോൾ ഇതപ്പോൾ വലിയ ആൾ, നമ്മളെങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മൂപ്പർക്ക് മനസ്സിലായിട്ടില്ലല്ലോ. 10ാമത്തെ ആൾ 10 പറഞ്ഞപ്പോൾ 100 പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ കഴിഞ്ഞു പറഞ്ഞു. ഇമാം ബുഖാരി ആദ്യം ഈ 10 ആൾ പറഞ്ഞ ആ ഓർഡറിൽ 100 പറഞ്ഞു കൊടുത്തു. നീ പറഞ്ഞ 1ാമത്തെ ഹദീസ് ഇതാണ്, 2ാമത്തെ ഇതാണ്, 3ാമത്തെ ഇതാണ്. ആ ഓരോന്നും ഇവരിപ്പോൾ തെറ്റിച്ചു പറഞ്ഞ ഓർഡറിൽ ഇമാം ബുഖാരി പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ 1ാമത്തെ ഹദീസിലെ 3ാമത്തെ ആൾ, ഇദ്ദേഹം പറഞ്ഞ 7ാമത്തെ ഹദീസിലെ 2ാമത്തെ ആളാകുന്നു, ഇദ്ദേഹം പറഞ്ഞ 5ാമത്തെ ഹദീസിലെ 3ാമത്തെ ആൾ, മറ്റാൾ പറഞ്ഞത് 4ാമത്തെ ആളാകുന്നു. ഇങ്ങനെ ഈ 100 ഹദീസും അതിൻ്റെ ഒറിജിനൽ രൂപത്തിലേക്ക് മാറ്റി കൊടുത്തതാ. ഇതാണ് എൻ്റെ വസ്തുത. ഇതാണ് ഇമാം ബുഖാരി. എന്നിട്ടാണ് നമ്മളിപ്പോൾ എഴുന്നിട്ട് ഇമാം ബുഖാരി പറഞ്ഞത് ഖുർആൻ ഇതാന്ന് പറയുന്നത്. ഈ കോലത്തിലുള്ള ഒരു മനുഷ്യൻ ചെയ്തു വെച്ച സേവനം വിശുദ്ധ ഖുർആൻ ഒരു ആവശ്യം പോലും ഒരു പക്ഷേ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഓതിയിട്ട് പോലും ഇല്ലാത്ത, ഖുർആൻ ഇഫ്ല് പോലും ഇല്ലാത്ത നമ്മളൊക്കെയാണ് കയറിന്നിട്ട് ആ പറഞ്ഞത് ശരിയല്ല, അത് ഖുർആനെതിരാണ്, അത് ബുദ്ധിക്കെതിരാണ് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം വലിയ കിബറാണെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാക്കി ഷിബിസലായി കൂട്ടിച്ചേർക്കും. പിന്നെ അറിവ് നേടാന്ന് പറയുമ്പോൾ അതിന് ഷോർട്ട് കട്ടൊന്നുമില്ല. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ ഷോർട്ട് കട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അപ്പം അറിവ് നേടണമെന്നുണ്ടെങ്കിൽ അതിന് നല്ല സമയം ആവശ്യമാണ്. നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ള അതൊരു ചെറിയ കവിതാശകലത്തിലെ സംഭവം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ പ്രത്യേകം പറഞ്ഞ ഭാഗം ദക്കാഉൻ വ ഹിർസുൻ വ ജിത്തിഹാദിൻ വ ബുൽഗത്തു വ സുഹ്ബത്ത് ഉസ്താദിൻ വ തോലുസമാനി എന്നാണ്. ഒന്ന് ദക്കാ, നല്ല ബുദ്ധി വേണം. 2 ഹിർസ്, ബുദ്ധി മാത്രം ഉണ്ടായാൽ പോലെ അതിനോട് അത്ര കണ്ട് താല്പര്യവും വേണം. 3ാമത്തേത് അതിൽ പറഞ്ഞ ഇജ്തിഹാദാണ്. നല്ല പരിശ്രമിക്കണം കിട്ടാൻ. നന്നായി പരിശ്രമിക്കുന്ന ആളുകൾക്ക് ഇൽമ കിട്ടുള്ളൂ. കാരണം നമുക്കത് കിട്ടാൻ യോഗ്യത ഉണ്ടോ എന്നുള്ളതും കൂടി എന്താവും പടച്ചോൻ നോക്കണുണ്ടല്ലോ. അപ്പോൾ അതിനുള്ള യോഗ്യതയുള്ളവർക്കേ അത് കിട്ടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പിന്നീട് പ്രത്യേകം പറഞ്ഞ ബുൽഗത്ത് പറഞ്ഞാൽ പക്വത വരാനുണ്ട്. ഈ പക്വത ഇല്ലാത്ത ആളുകളുടെ കയ്യിൽ ഇൽമ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഇരുതലമൂർച്ചയുള്ള വാളാണ്. അത് ഏത് രൂപത്തിലും എന്താകാം ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരാൾ ആലിമാണോ അയാൾക്ക് ബുൽഗത്ത് ഉണ്ടാകുന്നതാണ്. ആലിമല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ട്, അയാൾ എന്താണ് പറയുന്നത് എന്നുള്ളത് അയാൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണെന്നുള്ളതും
അറിയാത്ത അവസ്ഥയിലാണെങ്കിൽ അയാളുടെ കയ്യിലുള്ളത് ഇൽമല്ല, അയാൾക്ക് ഹിൽമ് ഇല്ലാത്തത് കൊണ്ട് അയാളുടെ ഇൽമായി പരിഗണിക്കാൻ പറ്റില്ല എന്നാണ്. അതുപോലെ തന്നെ സുഹബത്ത് ഉസ്താദിന്, ഒരു ഉസ്താദിൻ്റെ സുഹബത്ത് എപ്പോഴും വേണം. ഉസ്താദിൻ്റെ സുഹബത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വായിക്കും, നമ്മൾക്ക് അതൊരു കാര്യക്കാരൻ തോന്നിയിട്ടുണ്ടാകുക, ആ തോന്നിയത് സത്യമാണെന്ന് വിചാരിക്കും. ഉസ്താദാകുമ്പോൾ സ്വാഭാവികമാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നത് നമുക്ക് വീണ്ടും ചോദിക്കാം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ച് സംവദിച്ചു കൊണ്ട് തന്നെ ഇതിൻ്റെ അസത്യ അവസ്ഥകൾ എന്തൊക്കെയാണെന്നുള്ളത് ബോധ്യപ്പെടും. ആ സമയത്ത് ഒറ്റയ്ക്കുള്ള വായനകളിൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും, അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് അത് മാറുകയില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവസാനം പറഞ്ഞ തൂലുസ്സമാൻ, കുറേ കാലം അതിനു വേണ്ടി കഴിച്ചു കൂട്ടണം എന്നുള്ളതാണ് തൂലുസ്സമാൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു 6 കാര്യങ്ങളില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അഖീലൻ തനാലൽ ഇൽമ എന്നാണ് പറഞ്ഞത് ഇല്ലാ ബിസിത്തത്തിൻ. ഈ 6 കാര്യങ്ങൾ എന്തായിരുന്നാലും വേണം. അപ്പോൾ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ജോലികളിലും മറ്റൊക്കെ ഏർപ്പെടുന്ന ആളുകളാണ്. ഭൗതികമായ ജോലികളായിരിക്കും ഭൂരിഭാഗം ആളുകളിലും ഉണ്ടാവുക. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ നേരത്തെ ഫൈസൽ മൗലവി പറഞ്ഞ പോലെ മുത്തർജിമീങ്ങളായിക്കൊണ്ട് മാറിയത് നമ്മുടെ മുമ്പിൽ കുറേ ശിഷ്യന്മാരുണ്ടായതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായി ആ രംഗത്ത് നമുക്ക് ബന്ധപ്പെടേണ്ടി വരുമ്പോൾ കൂടുതൽ പല കിതാബുകളും വായിക്കേണ്ടതും അതുപോലെ തന്നെ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതൊക്കെ വരുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതേസമയത്ത് നിങ്ങളിൽ എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ രൂപത്തിൽ കിതാബ് പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ മഈഷത്ത് അതുമാണല്ലോ മുന്നോട്ട് പോവുക. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെയൊക്കെ ഇപ്പോൾ ഇവിടെ സെൻറ്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഖുർആൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടാവും. ഇതേപോലെ തന്നെ ഹദീസ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം, അതേപോലെ തന്നെ അഖീദ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാം. ആ വിഷയത്തിലൊക്കെ നല്ല കഴിവുള്ള ആളുകൾ അവർ വന്ന് ക്ലാസ് എടുക്കുന്നു. അത് മാസത്തിലൊന്നോ ആ രൂപത്തിലൊക്കെ നടക്കുമ്പോൾ അതിൽ പ്രത്യേകം താല്പര്യമുള്ള ആളുകൾ അത്തരം ക്ലാസ്സുകളിൽ രജിസ്റ്റർ ചെയ്ത് പഠിക്കാനിരിക്കുക എന്നുള്ളതാണ്. പഠിക്കാനിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഴലേക്കാനിരിക്കണ മാതിരി ഇരുന്നാൽ പഠിക്കില്ല. അതിന് പേനയും പുസ്തകവും ഇപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തപ്പോൾ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും, ഒക്കെ വേണം. അതിലൊക്കെ എഴുതി വെക്കൊക്കെ വേണം. ഇപ്പോൾ എഴുതണം എന്നില്ല, നമുക്കത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ ചെയ്യണം എന്നാണ്. ഇപ്പോൾ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തന്നെ പറഞ്ഞ് കാണാൻ കഴിയും, അൽ ഇൽമു സയ്യിദുൻ വൽ കിതാബത്തു ഖൈദുഹു. അൽ ഇൽമു സയ്യിദുൻ അഥവാ ഇൽമി എന്ന് പറഞ്ഞൊരു വേട്ടയാടുന്നത് പോലെയാണ്. വൽ കിതാബത്തു ഖൈദുഹു, ആ വേട്ടമൃഗത്തെ കെട്ടിയിടാനുള്ള സാധനമാണ് എഴുതി വെക്കുക എന്നുള്ള. അക്കാലഘട്ടത്തിൽ എഴുത്തായിരുന്നു ഉണ്ടായിരുന്നു എന്നുള്ളതുകൊണ്ട് എഴുതി വെക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഖയ്യിദ് സുയൂദക ബിൽ ഹിബാലിൽ വാസിഖ, നല്ല ഉറപ്പുള്ള കയറുകൊണ്ട് വേണം നിൻ്റെ ഇൽമിനെ നീ കെട്ടിയിടാൻ എന്നാണ്. എന്നിട്ട് പറയും വമിനൽ ഹമാഖതി അൻ യസീദ ഗസാലതൻ അൻ തസീദ ഗസാലതൻ, വിഡ്ഢിത്തത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒരുത്തം പോയിട്ടൊരു മാനിനെ വേട്ടയാടുക. ഫയറുദ്ദഹ ബൈനൽ ഖലായിഖി താലിഖ, വേട്ടയാടി വന്നിട്ട് ആൾക്കാരൊക്കെ ഉള്ളിടത്ത് നിന്ന് അതിനെന്താക്കുന്നത് മോചിപ്പിക്കും. കയറൊന്നും ഇല്ലാതെ ഞാൻ വേട്ടയുടെ മാന എന്താ കണ്ടോന്ന് പറഞ്ഞാൽ വിടും. അതിൻ്റെ കഴുത്തിലൊരു കയറും കൂടി ഉണ്ടാവില്ല. എന്താ ഉണ്ടാവുക, ആളുകൾ നോക്കുമ്പോൾ അതിന് മാനത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഇതാണ് പലപ്പോഴും പല ആളുകളുടെയും ഇൽമിൻ്റെ അവസ്ഥ. ഒരു ക്ലാസ്സൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇതിനൊക്കെ ഉഷാറായിട്ടുണ്ടെന്നൊക്കെ തോന്നിയിട്ട് ചിലപ്പോൾ എന്താവും 4 ആളോട് തർക്കിക്കാനൊക്കെ പോകും. ആ 4 ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ കേട്ട ക്ലാസ് ഓർമ്മ ഉണ്ടാവില്ല, പറയാൻ വിചാരിച്ചത് ഓർമ്മ ഉണ്ടാവില്ല. അവസാനം ദീനുൽ ഇസ്ലാം പൊളിച്ചുകാൻ നമ്മളോട് പോരും. അതാണ് ഉണ്ടാവുക. അപ്പോൾ അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇതാണ് അറിവിൻ്റെ വിഷയത്തിൽ ചെയ്യേണ്ടത്. രണ്ടാമത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അറിവും നേടിയിട്ട് നമുക്കൊന്നും ചെയ്യാനും കഴിയില്ല. അപ്പോൾ അതിൽ ചെയ്യാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് ഇയാൾ അഹ്ലുസുന്നയുടെ ആളാണോ അതല്ല ഇയാൾ പേച്ചുപോയ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണോ എന്ന് നോക്കുക. എങ്ങനെ ഒരു ഇൽമ് ഉള്ള ആളെക്കുറിച്ച് നോക്കുമ്പോൾ, എന്നിട്ട് അദ്ദേഹം ആ വിഷയത്തിൽ പറയുമ്പോൾ ആ പറയുന്നത് നമ്മൾ സത്യമാണെന്ന് വിശ്വസിക്കുക. വേറെ നിർവാഹമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം അഹ്ലുസുന്നയുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണോ, അദ്ദേഹം കാര്യങ്ങൾ പ്രമാണബദ്ധമായി കൊണ്ടാണോ ഉദ്ധരിക്കാറുള്ളത്, അതൊക്കെ നമുക്ക് ബോധ്യമായിട്ടുണ്ട്. എന്നാൽ ചില വിഷയത്തിൽ ഇപ്പോൾ ആധുനിക ലോകത്ത് മരിച്ചുപോയ മഹാപണ്ഡിതനാണ് സാലിഹ് ഇബ്നുൽ ഉസൈമീൻ റഹിമഹുല്ലയുടെ കിതാബുകളൊക്കെ വായിക്കുമ്പോൾ കാണാം ഇന്നി ഖല്ലത്തു ഫി ഹാദിഹിൽ മസ്അല, ഞാൻ ഈ മസ്അലയിൽ തഖ്ലീദ് ചെയ്യുന്നു എന്നറിയും. അതായത് എനിക്ക് വായിച്ചിട്ട് എന്തായിട്ടില്ല, ഇതിൻ്റെ വസ്തുത സ്വന്തം നിലയ്ക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഞാനിത് ഇതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യനെ ഞാൻ തഖ്ലീദ് ചെയ്യുന്നു. വേറെ ചിലപ്പോൾ പറയും ഞാൻ ഷെയ്ഖ് നാസിർ സഅദിയെ ഞാൻ തഖ്ലീദ് ചെയ്യുന്നു, അതായത് സ്വന്തം ഉസ്താദാണ്, അദ്ദേഹം ഈ വിഷയത്തിൽ ഇതാണ് പറഞ്ഞത്, അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് പറയാൻ എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ ആരെ തൊട്ടാണോ ഇത് പറയുന്നത് എന്ന് ചോദിച്ചല്ലോ ഇബ്നു സീരീൻ. അതായത് നിങ്ങൾ ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞത്, ആ പറഞ്ഞത് ഇന്നയാളാണ്. അവിടെയാണ് പണ്ഡിതന്മാർ പറയാറുള്ളത് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത് എന്ന് പറഞ്ഞത്. അള്ളാഹു ഇലാഹാണെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സാക്ഷിയാരാ? അള്ളാഹ് തന്നെയാണ്. അതാണ് ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു എന്ന് പറഞ്ഞത്. പിന്നെ സാക്ഷി ആരാ? വൽ മലായികത്തു, മലക്കുകളാണ്. അത് കഴിഞ്ഞാൽ വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്ത്, അള്ളാഹു ആണ് നമ്മുടെ ഇലാഹ് എന്നുള്ളതിന് നമുക്കുള്ള തെളിവെന്താ? നമുക്ക് നമ്മളെ ഉസ്താദുമാർ പറഞ്ഞെന്ന്. ഓൽക്കുള്ള തെളിവെന്താ ഓല ഉസ്താദുമാർ പറഞ്ഞെടുത്ത്, ഓൽക്കുള്ള തെളിവെന്താ ഓല ഉസ്താദുമാർ പറഞ്ഞെടുത്ത്, ഓൽക്കുള്ള തെളിവെന്താ ഓല ഉസ്താദുമാർ പറഞ്ഞെടുത്ത്. അതങ്ങനെ ചെന്നാൽ അവസാനം എടുക്കുക മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തു. ആണ് ശുഹദ എന്നുള്ള പദപ്രയോഗം. ആ കാര്യം ഇലാഹാണ് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ ദലീലുകൾ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്, അതിന് യാതൊരു സംശയമില്ല. ആ തെളിവുകൾ വെച്ചുകൊണ്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും. പക്ഷേ ആ ഒരു ബോധം നമുക്ക് ഇട്ട് തന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഉസ്താദുമാരിലൂടെയാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഉസ്താദിനെ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് അദ്ദേഹം എങ്കിൽ നമ്മളത് സ്വീകരിക്കും. അതുകൊണ്ട് ഹദീസുകളൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല ആ ഹദീസ് സഹീഹാണെന്ന് ഹുക്മ് പറഞ്ഞിരിക്കുന്നു.
കാരണം അൽബാനി റഹ്മത്തുള്ളയുടെ അത്ര നമുക്ക് എന്തായിരുന്നാലും ഹദീസിൻ്റെ ഇസ്തിലാഹിൽ വിവരമില്ല. അപ്പോൾ വിവരമുള്ള ആളാണ് അദ്ദേഹം അത് സഹിഹാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറയും. ഇമാം ബുഖാരി റഹിമഹുല്ല സഹിഹായി ആണെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത അതുകൊണ്ടാണ്. കാരണം ഇമാം തുർമുദി റഹിമഹുല്ലൊക്കെ പറയണത് കാണാൻ കഴിയും. അതായത് സഅൽതു മുഹമ്മദൻ, ഞാൻ മുഹമ്മദിനോട് ചോദിച്ചു. ആ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരിയാണ്. ഇമാം തുർമുദിയാണ് പറയേണ്ടത്, ഞാൻ മുഹമ്മദിനോട് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് പറഞ്ഞാൽ ഹദീസ് സഹിഹാണ്, പിന്നെ ഞാൻ എന്താക്കണില്ല, അതിൻ്റെ പിന്നാലെ പോണില്ല എന്ന് പറയുമ്പോൾ ചില വിഷയങ്ങളിൽ നമ്മളൊക്കെ ഇപ്പോൾ ഇതിന് ചില വിഷയങ്ങൾ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, തഖ്ലീദ് ചെയ്യേണ്ടത് വരും. അതിൽ ഒറ്റ ഉദാഹരണം പറഞ്ഞ് നിർത്താണ്. ഇപ്പോൾ ദീനിൻ്റെ വിഷയമല്ല, ദുനിയാവിൻ്റെ വിഷയം തന്നെ. നമ്മളിപ്പോൾ ഒരു അസുഖമായിക്കൊണ്ട് ഒരു നല്ല ഡോക്ടറെ അടുത്ത് പോയി, ആ ഡോക്ടർ നമുക്ക് എഴുതി തരുന്ന മരുന്ന് നമ്മളൊക്കെ പിന്നെ പോയി കണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കുമോ? ചെയ്ത് നോക്കണമെങ്കിൽ മിക്കവാറും നമ്മൾ കുടിക്കില്ല. കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റുകളെ കാരണം കൂടുതൽ എന്താക്കുക നമ്മൾ കാണുക. പഠിച്ച റബ്ബേ ഈ സൈഡ് എഫക്റ്റുള്ള സാധനമൊക്കെ കുടിച്ചിട്ട് ഇതിൻ്റെ ഒന്നായിട്ട് അടിച്ചു പോകുന്ന കാര്യം പേടിയുണ്ട്. അവിടെയൊക്കെ ആ ഡോക്ടർക്ക് ആ വിഷയത്തിൽ എന്തുണ്ട്, വിവരമുണ്ട് എന്ന ആ വിശ്വാസമാണ് അദ്ദേഹം എഴുതി തരുന്ന സാധനം. ഒരാളോടും ചോദിക്കാതെ നമ്മൾ എന്താക്കും, നേരെ പോയി തൊട്ടടുത്തുള്ള മെഡിക്കൽ സ്റ്റോറിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു, അവർ തരുന്നു, നമ്മളത് എന്താക്കുന്നു, കുടിക്കുന്നു. നമ്മൾ ചിലപ്പോൾ ചോദിക്കും മൂപ്പര് എഴുതി തന്ന കമ്പനി തന്നെ അല്ലേ ഇത് ചിലപ്പോൾ ചില ആൾക്കാർ അതെങ്കിലും ചോദിക്കും. അതിലേറെ ഒന്നും ചോദിക്കാതെ അദ്ദേഹം എഴുതി തന്ന കമ്പനിയാണോ എന്നാൽ അത് മതി, അല്ലെങ്കിൽ വേണ്ടെന്നും പറയും. നമുക്ക് ഈ കമ്പനിയെ കുറിച്ച് വല്ല ധാരണയുണ്ട്? ഒരു ധാരണയില്ല. അപ്പോൾ ഈ രൂപത്തിൽ നമ്മുടെ ജീവിതം കൊണ്ടാണ് അവിടെ എന്താക്കേണ്ടത്. അതേപോലെ തന്നെയാണ് എന്ത്, ഈ വിഷയത്തിൽ അദ്ദേഹം നിപുണനാണ്, യോഗ്യനാണ് എന്ന് അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഏകോപിച്ചിട്ടുണ്ടോ, അത്തരം ആളുകളിൽ നിന്ന് നമുക്ക് ഇൽമ് നമുക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിലും അദ്ദേഹം അത് പറഞ്ഞാൽ അത് മതി, ഞാൻ അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് ഒരു വിരോധവുമില്ല എന്നതാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.